ഹലോ! അങ്ങനെ മഴ തോരും മുമ്പേ പുതിയ പ്രൊമോയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ വൈജയന്തി കമലെടുത്തിടെടുത്ത് പറയുകയാണ്, "എനിക്ക് ഒറ്റ തന്തയും ഒറ്റ അമ്മയും ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. ഞാൻ അയാൾക്കൊപ്പം ജീവിക്കില്ല" എന്ന് തന്നെ പറയാണ്. അപ്പൊ കമലെടുത്ത് പറയുന്നുണ്ട്, "നിന്റെ കുടുംബം ഛിന്നം ഭിന്നമാകായി ആയി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ വൈജയന്തി കട്ടയ്ക്ക് അടിക്കുന്നില്ല കേട്ടോ നമ്മുടെ ബാലചന്ദ്രനുമായിട്ട് ഒരുമിച്ച് താമസിക്കാൻ. അപ്പുറത്ത് നമ്മുടെ ഇച്ചായൻ, നമ്മുടെ ഗ്രേസമ്മയുടെ ഇച്ചായൻ പാഞ്ഞെത്തുന്നുണ്ട്. ശേഷം നമ്മുടെ ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഇച്ചായൻ പറയുന്നുണ്ട്, "ആ പെണ്ണ് മൊഴി മാറ്റി പറയാൻ തയ്യാറല്ല അല്ലേ? അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ രക്ഷിക്കും? ഒരു വഴിയും ഇല്ലല്ലോടോ" എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ശരണ്യയുടെ മൊഴി അനുസരിച്ചിരിക്കും എന്തും. രോഹിത് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നമ്മുടെ ശരണ്യ പറഞ്ഞാലല്ലേ കോടതിക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അവരങ്ങനെ ഭയങ്കര പ്ലാനിങ്ങും എന്താ പറയാ ചർച്ചയിലൊക്കെ നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നമ്മുടെ വൈജയന്തിയുടെ അടുത്ത് നമ്മുടെ ബബിത വരുന്നുണ്ട്. അപ്പൊ വൈജയന്തി കട്ടക്കലിപ്പിൽ പറയുകയാണ്, "എന്റെ ശാപം അവളുടെ, അതായത് അലീനയുടെ തലയ്ക്ക് മീതെയുണ്ട്. അവൾ ഒരിക്കലും ഗതി പിടിക്കില്ല" എന്നും പറഞ്ഞ് സ്വന്തം മകളെ ഇങ്ങനെ പ്രാകുന്ന ഒരു നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ. കാത്തിരിക്കാട്ടോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.